കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഓരോ കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. എയിലിൻ കോട്ടയം എന്നും പറഞ്ഞ് ഒരു ജർമ്മൻ വിദ്യാർത്ഥിയാണ്. ഇന്ന് ജർമ്മനിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇവർക്ക് ജന്മന കേൾവി 25% ഇല്ല. ജന്മന കേൾവി 25% ഇല്ല. ആ ടെസ്റ്റ് ചെയ്തതാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവരും വീട്ടുകാർക്ക് അറിയാം ഇവർക്ക് പകുതി കേൾവിയേ ഉള്ളതെന്നറിയാം. അപ്പോൾ ഇവരെല്ലാം ധരിച്ചിരിക്കണ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വാക്സ് വരും ചെവിയിൽ നിന്ന് എപ്പോഴും. അപ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. 6 മാസം കൂടുമ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കേൾവി ഉണ്ടല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും ക്ലീൻ ചെയ്ത കൊണ്ടാണ് കേൾക്കണമെന്ന് വിചാരിക്കും. ചെറിയ കേൾവി ഉണ്ട്, 75% കേൾവി ഉണ്ട്, ഫുള്ളായിട്ട് കേൾവിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിങ്ങനെ ചെവിയും കൊണ്ട് ഇരണ്ടി വരും. അത് ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ടും പിന്നെ കേൾവി അത്ര മെച്ചപ്പെടാതെ ാണ് ഇവൾ ടെസ്റ്റ് ചെയ്യണത്. ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് പറയണത് 20% കേൾവിയുള്ളൂ എന്ന് പറയും. അത് പിന്നെ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സിസ്റ്റുണ്ട് തലയിൽ, ചെവി ഞരമ്പിന് കർണഞരമ്പിന് സിസ്റ്റുണ്ട്. പിന്നെ അത് സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന എന്തോ ഒരു ബ്രെയിനിൽ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓപ്പറേഷൻ കൊണ്ടും ശരിയാകണത് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പാതി കേൾവിയും കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ജർമ്മനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ചികിത്സക്ക് പിന്നെ ഒരു ചികിത്സ എടുത്തിട്ട് പിന്നെ ലീവിന് പോയപ്പോൾ ചികിത്സ എടുക്കുമല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു കേസ് സ്റ്റോറി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ദൈവം എങ്ങനെയാണ് ഈ ഉടമ്പടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നും സ്റ്റിയർ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഉടമ്പടിക്കാരെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളും വീണ്ടും പഴയ ആൾക്കാരായിട്ടല്ല ജീവിക്കണത്, ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കണത്. പലപ്പോഴും രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യല്, സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യല്, പല രോഗികളൊക്കെ കണ്ട് കുറച്ച് പത്രമൊക്കെ കൊടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പിന്നെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഉടമ്പടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയണത്. ഞാൻ ഉടമ്പടി എടുത്ത് വ്യക്തിയാണെന്നുള്ള ബോധം വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്നാൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്. എന്നാൽ ഇത് എളുപ്പമാണ്. ഇവരിങ്ങനെ വൃത്തിമനായിട്ട് ഉടമ്പടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വൃത്തിമനായിട്ട് ഉടമ്പടി ചെയ്യുന്ന കാരണം ഇവർ ഒരു സ്പെഷ്യൽ ഒരു ആശുപത്രി ചെന്നപ്പോൾ വേറെ എന്തോ അസുഖത്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നത്. അവിടെ ഈ കേൾവിക്കുള്ള 20% കുറവ് ആ ഡോക്ടറിനോട് പറയും ഇവർ. ഞാൻ ആശുപത്രി പേരൊന്നും പറയണില്ല, അത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അപ്പൻ, ഈ എയിലിൻ്റെ അപ്പൻ ഡോക്ടറിനോട് പറയും,
ആ ഇയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലാണ്. അതിക്ക് മുമ്പ് ഇവരൊരു പണി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം ചെവി തേക്കും, പ്രാർത്ഥിച്ച്. ചെവിയുടെ അകത്തൊഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് തേച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എവിടെ തേച്ചാലും നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവും. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുന്ന ഹൃദയത്തിൽ ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലാണ് ഇത് വിശ്വപ്രമാണം ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. അപ്പോൾ ഏകാഗ്രതയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവളുടെ അപ്പം പറയും, ഞങ്ങൾ ഒരു വിനീത് ഡോക്ടറിനെ കാണാൻ പോവുകയാണെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നത്. ഞങ്ങളുടെ ENTയുടെ കാര്യത്തിന് വിനീതിനെ കാണുന്നത് പറയും. ഉടനെ ആ ഡോക്ടർ പറയും, നിങ്ങൾ വിനീതിനെ തന്നെ കാണണം, വിനീതാണ് ഇതിൻ്റെ എക്സ്പേർട്ട്, അതുകൊണ്ട് ഞാൻ ഫയൽ അങ്ങോട്ട് മാറ്റുകയെന്ന് പറയും. അതിൻ്റെ ഫയൽ നിങ്ങൾ വിനീതിനെ പോയി കണ്ടോളാൻ പറയും അടുത്ത മുറിയിൽ. അപ്പോൾ ഇവർക്ക് ആ പാടൊരു കുഴപ്പം, എവിടെ എന്തൊരു കുഴപ്പം സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനീത് എന്ന് പറഞ്ഞ ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന ഡോക്ടറല്ല, ഇവളെ ചികിത്സിക്കുന്ന ENT ആണ് കോട്ടയത്ത്. അത് ആ ഡോക്ടറിൻ്റെ പേര് വിനോദം എന്നാണ്. നിങ്ങൾ കാര്യം ഒരു കഥപട പോക്കണ്ട. ആ ഡോക്ടറിൻ്റെ പേര് വിനോദം എന്നാണ്. ഈ അപ്പന് തെറ്റിപ്പോയതാണ്. അപ്പം പറഞ്ഞത് വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുന്നതിന് പകരം ഈ അപ്പം പറയാണ് വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ പറയാണ് വിനീത് അപ്പുറത്തെ പോരിലുണ്ട്, ചെന്ന് കാണാൻ പറയും. പുറത്തിറങ്ങിയപ്പോൾ മാതാവിൻ്റെ ചാര കളറുള്ള ഒരു മുറി, അതിൻ്റെ അകത്ത് ഡോക്ടർ വിനീത് എന്ന് എഴുതി വെച്ചിരിക്കണം, ENT സ്പെഷ്യലിസ്റ്റ് എന്ന്. വിനീതിൻ്റെ അടുത്ത് ഇവർ ചെല്ലുമ്പോൾ വിനീത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് പറയും, നിങ്ങളുടെ കേൾവി നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നുണ്ട്, കുഴപ്പമില്ലെന്ന്. ഇതാണ് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് ഡോക്ടറാണ് ഇവരുടെ. വിനോദിനെ കാണാൻ പോകണമെന്ന് പറയുന്നതിന് പകരം അപ്പനെ കൊണ്ട് വിനീതെന്ന് പറയിപ്പിച്ച്, അത് ദൈവം മാത്രമാണ് പറയിപ്പിക്കാതെ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പനെ അറിയത്തില്ല ഇങ്ങനെ ഡോക്ടർ ഇവിടെ ഉള്ള കാര്യം. അത് അപ്പൻ തെറ്റി പറയിപ്പിച്ചതാണ്. പക്ഷെ തെറ്റി പറഞ്ഞെങ്കിലും മാതാവിൻ്റെ മുമ്പിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്ത് ഇവളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവൾ ഓക്കെ ആയി. ആ ഡോക്ടർ ഹീലൊന്നും ചെയ്തില്ല. വിനീത് ഡോക്ടർ ഒന്നും ഇവർക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവൾക്ക് എപ്പോഴാണ് കേൾക്കാൻ പറ്റിയത്? അൾത്താരെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മാതാവൊക്കെ കേൾവി കൊടുത്തു. എന്നിട്ട് അത് കേൾവിയൊക്കെ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാതാവ് അവിടെ കൊണ്ടുപോയത്. വിനോദിന് പകരം വിനീതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട്, അതായത് അമ്മ ഇങ്ങനെ കൂടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും നമ്മുടെ കൂടെ അങ്ങ് സംശയിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഒന്നാമത് പുതുക്കിയാലും രണ്ടാമത് പുതുക്കിയാലും മൂന്നാമത് പുതുക്കിയാലും ഈ പുതുക്കലിലൂടെയെല്ലാം നേടിയെടുത്ത ദൈവാനുഗ്രഹം, നേടിയെടുത്ത ആധ്യാത്മിക പ്രതിബദ്ധത, നേടിയെടുത്ത പ്രാർത്ഥനാ ജീവിതം, അതെന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അല്ലാതെ ഒന്നാമത് ഉണ്ടായിരുന്ന അരൂപി ഇപ്പോഴില്ലെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ രസകരമായൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞതാണ്. അവരുടെ പേര് സജനി സുരേന്ദ്രൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് സജനി സുരേന്ദ്രൻ. ഇവരുടെ വാർഡിൽ 40 വർഷമായിട്ട് ഒരു നടവഴി, ജനങ്ങളെല്ലാം പകുതി മുക്കാലും അതിലാണ് പോകണമെങ്കിലും മഴക്കാലമാകുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോവും, ആ വഴി മുങ്ങിപ്പോവും, പിന്നെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ട് ഇവർക്ക് റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ വലിയ സങ്കടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ മെമ്പറായ കാലം മുതൽ ഇവർ മുനിസിപ്പൽ ഓഫീസിലും അവിടെ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയിലും പറഞ്ഞ് അവസാനം ഇവർക്ക് റോഡ് അനുവദിച്ചത്. റോഡ് അനുവദിച്ചപ്പോൾ എന്താ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണത്. അപ്പം 3 മീറ്റർ റോഡിൻ്റെ അപ്പുറത്ത് വിടണം. സാധാരണ പഞ്ചായത്ത് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിനെല്ലാം ഒരു കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ പുഞ്ചപ്പാടത്തെ കൺസെൻറ്റാണ്. 20 പേരുടെ ഇടയ്ക്ക്
20 പേരുടെ ആൾക്കാർക്ക് അന്ന് ഈ 1.5 കിലോമീറ്റർ താമസിക്കുന്ന 20 അണ്ടപ്പേരുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് ഓരോരുത്തരൊക്കെ കൈമാറി പോയി അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവസാനം കൺസെൻ്റെല്ലാം ഒപ്പിച്ച് കൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്ത് ഇവർക്ക് റോഡ് സാങ്ഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രോജക്റ്റ് എഴുതി പോകണം. അതിന് ആണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് എഴുതി അതിന് ടൈം ബൗണ്ടായിട്ടല്ലാണ്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എല്ലാ കൺസെൻറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളെടുത്തിട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ കൊടുത്തിട്ട് പോയി. അപ്പോൾ സംഭവം കിട്ടി. കാര്യം മുനിസിപ്പൽ കമ്മിറ്റി തന്നെ ഇടിപിടിച്ച് മേടിച്ച റോഡാണത്. പക്ഷേ അത് എല്ലാം സെറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആശ്വാസമായി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി ഓക്കെ അല്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ല. അപ്പോൾ മാഡം ഓക്കെ അല്ല, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇത് പ്രോജക്റ്റ് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചങ്കിൽ ഇടുത്തി പോലെ. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, എനിക്കത് മനസ്സിലാവും. ഞാൻ ഈ റോഡ് ഉണ്ടാക്കാനൊക്കെ കുറേ നടന്നിട്ടുള്ള കാരണം എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊക്കെ മനസ്സിലായി. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ക്ഷോഭിക്കണോ? അവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ് ഇത് ഞാൻ മെമ്പറായിട്ട് ഇരിക്കണില്ല, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഇനി വരത്തില്ല ഇങ്ങോട്ട്, വന്നിട്ട് കാര്യമില്ല. ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് അവരെന്നെ ജയിപ്പിച്ച് വിട്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് മെമ്പറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്? അവർ സെക്രട്ടറിയോട് മറ്റെല്ലാവരും പറഞ്ഞ്. പക്ഷേ എന്താ അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് എയോട് പോയി ചോദിക്കാൻ പറഞ്ഞ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞു, മാഡം ഇനി 3 മാസമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ലാപ്സാകാൻ. അതിനുള്ള 1.5 മാസം വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. 1.5 മാസം കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്ഷനായി വന്നാൽ 1.5 മാസം കൊണ്ട് ഈ പണി തീരത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത് അവസാനം കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോജക്റ്റ് വിട്ടില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവർ സങ്കടപ്പെട്ട് പോകുന്നപ്പോൾ ഇവരുടെ ഇരിപ്പും നടപ്പും വീട്ടിൽ വരുന്നുള്ള ചേട്ടയെ കണ്ടപ്പോൾ ഇവരെ ഭർത്താവ് പറഞ്ഞ്, എടിയാ റോഡ് നാട്ടുകാരാണ്, അത് വേണമെങ്കിൽ റോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണത്? നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടത്? നിന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ആളെ നഷ്ടപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവരോട് ചൂടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയും, ഇവർ ഉടമ്പടി എടുത്ത് വെച്ചും ഇവർ നേരെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഇവിടെ ഈ റോഡിടാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് കഴിയുമ്പോൾ, മാതാവേ നിൻ്റെ റോഡാണ്, നിനക്ക് വേണമെങ്കിൽ ഈ റോഡ് വേണം. ഇപ്പം കാര്യം എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാവുള്ളെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവിടെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ, ഫയൽ പൊങ്ങണമെങ്കിൽ അമ്മ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ റോഡ് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച്, മാഡം റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടാ. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അവിടെ വിശ്വാസത്തെ അപ്പം അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു ധ്യാനത്തിൽ. കാര്യം നിങ്ങൾ ഹെഡ് മാസ്റ്ററാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, തഹസിൽദാറാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പത്രവിതരണത്തിനാണ്. കാര്യം അത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം. 2 കാര്യത്തിനാണ് ഉടമ്പടി കൂടുതൽ മാർക്ക് കിട്ടുന്നത്. എന്താണ്? സാക്ഷ്യം പറയണതിനും പത്രം കൈമാറുന്നതിനും. ഇത് രണ്ടും ചമ്മലുള്ള പരിപാടിയാണ്. നമ്മുടെ തലക്കനുള്ള ആൾക്കാർ ഈ സംഭവം ചെയ്യത്തില്ല. അല്ലെങ്കിൽ കുരങ്ങനെ കൊണ്ട് ചുടുപായസം കുരക്കണ പോലെ പാരനെ കൊണ്ട് മക്കളെ കൊണ്ടാണ് ജയിക്കും. അല്ലെങ്കിൽ ചില ഇടുപ്പി പെൺപിള്ളേരാണെങ്കിൽ പപ്പാനെ കൊണ്ട് ജയിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തലക്കനെ ഉള്ളവർക്ക് ഉടമ്പടി പറഞ്ഞിട്ടില്ലെന്ന്. എന്ന് വെച്ചാൽ അവർ എളിമപ്പെടണം. ഉടമ്പടി എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ചാൽ പോരെ, വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഉടമ്പടി. പക്ഷേ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൂക്ക 1:48-49 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം എന്താണ്? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ, താഴ്മ തെക്കൻ പാർത്തു. അപ്പോൾ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും പത്രം കൊടുക്കേണ്ടി വരും. അതാണ് വിഷയം. അതേ വിഷയം. അപ്പം താഴ്ന്ന ആളല്ലെങ്കിൽ നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ നടക്കത്തില്ല, വലിയൊക്കെ ചെറിയ കാര്യങ്ങൾ നടക്കും. അപ്പം അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞ കാരണം ഈ മെമ്പർ എന്ത് ചെയ്യുന്നറിയോ? മെമ്പർ പത്രം എടുത്ത് വെച്ച് അവർ വർക്ക് ചെയ്യണത്, അവർ മെമ്പറാണ്, പിന്നെ അവർ വർക്ക് ചെയ്യണത് നോൺ ക്രിസ്ത്യൻ ഏരിയയിലാണ്. മെമ്പറിന് ഭയങ്കര പ്രയാസമാണ്. മാതാവേ വലിയൊരു വല്ലതും പറയാമോ, ഞാൻ നിങ്ങൾ രാഷ്ട്രീയക്കാരത്തിയായിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും ആൾക്കാർ.
അങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എങ്കിലും അതിനെല്ലാം മറികടന്ന് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലിയല്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പത്രം എടുത്ത് അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും പോകും. മാതാവിനോട് ഒരു കാര്യം പറയും, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഒറ്റപ്പത്രം പോലും ബാക്കി ഉണ്ടാകരുതെന്ന് പറയും. എന്നിട്ട് പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അവരെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കും. എൻ്റെ മക്കളെ, ഈ ഉടമ്പടി ഏറ്റവും വലിയ ചാലഞ്ചെന്ന് പറയണത് നിങ്ങൾ സത്യസന്ധരാണെന്നും ദൈവത്തോട് വിശ്വസ്തമുള്ളവരാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് സർവോപരി പ്രയോജനമുള്ള വ്യക്തികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്റെ പൊസിഷൻ എന്തായാലും ഇടം വലം നോക്കാതെ കർത്താവിന്റെ ജോലി ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ, വിശ്വാസ കൈമാറ്റത്തിനായി, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവർ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം വയ്ക്കണമേ. ഓരോ രോഗികളുടെ മേലും അങ്ങനെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കണമേ. തൊണ്ടയിലെ രോഗികള്, ടോൺസൈറ്റ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ഉദര രോഗികള്, അൾസർ രോഗികള്, രോഗമുള്ളവര്, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവര് കർത്താവിന്റെ രക്തത്താൽ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, വേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. സൗഖ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആരാധന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താറിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ.